സ്കെച്ച് മീഡിയയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്വീറ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലിപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ജസ്റ്റ് റവ മാത്രം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന സാധനങ്ങളായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും അമർത്താൻ മറക്കരുതേ. ഇതിനു മുമ്പുള്ള കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് ആളുകൾ ചോദിച്ചിരുന്നു മെഷർമെൻറ്റ് കപ്പ് ഏതാ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ 250 ml മെഷർമെൻറ്റ് കപ്പാണ്. 250 ml മെഷർമെൻറ്റ് കപ്പ്, 237 ml കപ്പും ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാൻ ഇതിലാണ് അളവെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ കപ്പിന് 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് റോസ്റ്റഡ് റവ അല്ല കേട്ടോ. റോസ്റ്റഡ് റവ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. ഇത് റോസ്റ്റ് ചെയ്യാത്ത റവയാണ്. അപ്പോൾ 2 കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് അതേ അളവിൽ തന്നെ തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. റവയുടെ അതേ അളവിൽ തന്നെ തേങ്ങയും എടുക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ ജീരകം എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരം എള്ള് യൂസ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ചെറിയ ജീരകമാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഒരു ഫ്ലേവർ ഈ ലഡുവിൽ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ജീരകം എടുത്തിട്ടുള്ളത്. എള്ള് ഇഷ്ടമുള്ളവർക്ക് അതും ഉപയോഗിക്കാം. എന്നിട്ട് ഞാൻ ഇതുപോലൊരു കടായി എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ചൂടാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റൊക്കെ മതിയാവും. 1 മിനിറ്റൊക്കെ നമ്മളൊന്ന് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. ബ്രൗൺ ഷെയ്ഡിലേക്കൊന്നും പോകണ്ട. ഒന്ന് ചൂടായി ആ ബ്രൗൺ ഷെയ്ഡിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഇത് എടുക്കാം മീൻസ് അതിലേക്ക് നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് ഒന്ന് നല്ലൊരു ക്രിസ്പി മോഡലായിട്ട് നിൽക്കും. ആ ഒരു റവയുടെ ചെറിയൊരു ഒട്ടലുണ്ടാവില്ല, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്, ഒന്ന് വറുത്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ റോസ്റ്റഡ് റവയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്യാം. കാരണം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യണം. അതിന് ശേഷം ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഇത് കറക്റ്റ് ആവശ്യമുള്ള മധുരം ആയിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ഈ 1 കപ്പ് ഇതിൽ നല്ലോണം ഒന്ന് മെൽറ്റായിട്ട് ചേരും. ഈ റവേൻ്റെ കൂടെ നല്ലോണം ചൂടായി ഒന്ന് മെൽറ്റായിട്ട് ചേരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ഈ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ളത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ പഞ്ചസാര നല്ലോണം ഒന്ന് മെൽറ്റാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ നമ്മൾ റവയുടെ അതേ അളവിൽ തന്നെ എടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ തേങ്ങ നല്ലോണം ഉണ്ടായാലേ നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. നമ്മൾ കഴിക്കുമ്പോഴും ആ തേങ്ങയുടെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങയും അതുപോലെ നെയ്യൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ഹാർഡായിട്ടിരിക്കും ഈ ലഡു. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അത്രയ്ക്കൊരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് തേങ്ങ നല്ലോണം എടുക്കണം എന്ന് പറഞ്ഞത്. നല്ലോണം എന്ന് പറഞ്ഞാൽ റവയുടെ അതേ അളവിൽ തന്നെ തേങ്ങ എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ മധുരം കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് കംപ്ലീറ്റ് ഇല്ല, കുറച്ച് കുറവ്, അത്രയും പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് കൂടിയൊക്കെ മതിയാവും കേട്ടോ. 1/4 കപ്പോട് പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ടാൽ ചിലപ്പോൾ മധുരം കൂടിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പാകത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല കേട്ടോ. കാരണം അത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി. എത്രയാണ് അതിലെ അളവ് ഇടേണ്ടത്, നമ്മൾ എത്ര ഇടുന്നോ അതിനനുസരിച്ചായിരിക്കും അത് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ചെറിയ ജീരകം. അപ്പോൾ അത് കുറച്ച് ഇഷ്ടമുള്ളവർ കുറച്ചിട്ടാൽ മതി, കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ അതിനൊരു കറക്റ്റ് അളവ് പറയുന്നില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. എള്ള് ഇഷ്ടമുള്ളവർ എള്ളു ഇടുക. ഇനി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മിൽമയുടെ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യൂടെ ചേർത്തിട്ട് നമ്മളിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിൽ എള്ള് ചേർക്കാത്തതിന് കാരണം എള്ളിന് അങ്ങനെ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ചെറിയ ജീരകമാകുമ്പോൾ അതിങ്ങനെ കടിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്, അതുകൊണ്ടാണ് അത് ചേർത്തത്. പിന്നെ നെയ്യ് ഒരുപാട് കൂടിപ്പോയാൽ നമ്മളിത് കഴിക്കുമ്പോൾ ഇങ്ങനെ കയ്യുമ്മലേക്ക് ആകുന്ന രീതിയിലാവും. അതുകൊണ്ട് ഒരുപാട് നെയ്യ് ചേർക്കണ്ട. ഞാനിപ്പോൾ ഇതിൽ 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ആ ഒരു അളവിൽ തന്നെ ചേർത്താൽ മതിയാകും. നെയ്യ് വളരെ കുറഞ്ഞു പോയാലും ഇതുപോലെ പ്രശ്നമാണ്. നമുക്കപ്പോൾ ഇത് ഇങ്ങനെ ബോൾ സൈസിലാക്കി എടുക്കുമ്പോൾ അത് പെട്ടെന്ന് ബോളായി കിട്ടില്ല. അതുകൊണ്ട് ആവശ്യത്തിന് നെയ്യ് ചേർക്കണം.
എന്തായാലും ഇപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അപ്പോൾ നല്ല പാകമാവും. ഇനി ഇതിൽ പഞ്ചസാരയുടെ ചെറിയ തരികൾ കാണട്ടോ, അത് നമ്മൾ രണ്ടാമത് ചേർത്ത പഞ്ചസാരയുടെ തരികളാണ് അങ്ങനെ കാണുന്നത്. അതങ്ങനെ തന്നെ കിടക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മളിപ്പോൾ ആ റവയുടെ ആ മിക്സാണിത്. പിന്നെ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാനൊന്ന് നെയ്യിലിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചാൽ മതി. ഞാൻ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഇങ്ങനെ ബോളുകളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ബോളാക്കാൻ നമ്മൾ എടുക്കുമ്പോൾ ഈ റവ തണുക്കാൻ വെയിറ്റ് ചെയ്യരുത് കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അത്ര പെട്ടെന്ന് ബോളായി കിട്ടില്ല. അപ്പോൾ നമ്മളിത് റെഡിയായ ഉടനെ തന്നെ നമ്മളിത് ബോളാക്കിയെടുക്കുക. അത്ര വലിയ ചൂടൊന്നും ഉണ്ടാവില്ല, ചെറിയ ചൂടുണ്ടാവുള്ളൂ. നമുക്ക് കയ്യിലിട്ട് ബോളാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ചൂട് ഒട്ടും സഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് ഈ സിലിക്കോണിൻ്റെയൊക്കെ കപ്പുകളൊക്കെ അല്ലേ, ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുന്ന അങ്ങനത്തെ ഓരോ കപ്പുകളൊക്കെ ഇല്ല, അങ്ങനെ എന്തിൻ്റെയും ഉള്ളിലിട്ടിട്ട് ഷേപ്പിൽ ആക്കിയെടുത്താലും മതി. അല്ലാത്തവർ കയ്യിൽ വെച്ചിട്ട് തന്നെ ബോളാക്കാൻ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനെന്തായാലും ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ബോളാക്കി എടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഓരോന്ന് വീതം വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ബോളാക്കി എടുക്കാം. ഇനി വേണമെങ്കിൽ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് ഇതിലിട്ടിട്ട് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് പുറമേക്ക് കാണാനൊരു ഭംഗിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ ലഡു റെഡിയാണ്. നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്, ഇതൊരു സ്നാക്കാണിത്. കാരണം എല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ അങ്ങനെ ഒന്നുമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ അറിയിക്കാം. അപ്പോൾ എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.